ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവികമായ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിക്കുകയും സ്വർഗം കർത്താവെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി ഇന്നത്തെ ഈ എപ്പിസോഡിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ സ്വർഗത്തിലെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നതായ എല്ലാ സഹോദര സഹോദരി ദൈവത്തിൻ്റെ അഭിഷിക്തർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ തിരുവചന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ, ഈ ലോകത്തിലായിരുന്നപ്പോൾ 7 അവകാശവാദങ്ങൾ പറയുവാനിടയായി തീർന്നു. യോഹന്നാൻ 6:35 പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ തിന്നുന്നവനെ ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. യോഹന്നാൻ 6:51 യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. യോഹന്നാൻ 8:12 പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 10:9 പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. എന്നിൽ കൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ 10:11 പറഞ്ഞു, യേശു നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 15:1 വാക്യത്തിൽ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. പ്രിയമുള്ളവരെ, ഈ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ കൂടെ നമ്മൾ ഓരോരുത്തരെയും ശിഖരങ്ങളാക്കി, കൊമ്പുകളാക്കി ആ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ ഒട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെതായ സ്നേഹം നമ്മെ കാൽവരി ക്രൂശിൽ കൂടെ നമ്മെ വീണ്ടെടുത്തതായ സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഒരു വൃക്ഷത്തിൽ കൊമ്പ് പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ആ കൊമ്പിൽ കൂടെ ഇലകൾ പച്ച പിടിച്ചിരിക്കുകയുള്ളൂ. ഇലകളിൽ കൂടെ ഫലം പുറപ്പെടുവിക്കുവാൻ ആ കൊമ്പിന് കഴിയത്തുള്ളൂ. എന്നാൽ ആ കൊമ്പ് പറയുകയാണ്, ഞാൻ ഈ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊമ്പ് തനിയെ പോയി വീഴുകയും അവിടെ ആ കൊമ്പിലുള്ള ഇലകൾക്ക് പച്ചപ്പ് നഷ്ടപ്പെടുകയും അത് വാടി പഴുത്ത് അത് ഉണങ്ങി ഇല്ലാതാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഫലപ്രദമായിട്ടുള്ള വിശ്വാസ ജീവിതം, സാക്ഷ്യമുള്ളതായ ഒരു ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം, ഇവൻ യഥാർത്ഥമായിട്ട് ഈ മകൻ യഥാർത്ഥമായിട്ടുള്ള യേശുവിൻ്റെ ശിഷ്യനാണ്, യേശുവിൻ്റെ അനുഗാമിയാണ് എന്ന് മറ്റുള്ളവർ സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ, മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക രീതിയിലുള്ളതായ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞു മക്കളെ, വാത്സല്യ മാതാവേ, പിതാവേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതായ ഒരു അനുഭവത്തിൽ ആയിത്തീരണം. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നീ വിടുവിക്കപ്പെടും. സങ്കീർത്തനം 91 പറയുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ വിടുതൽ അനുഭവിക്കണമെങ്കിൽ, നന്മ അനുഭവിക്കണമെങ്കിൽ, നിത്യജീവൻ നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിത്യജീവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. നിൻ്റെ പഴയ പാപ വഴികൾ ഉപേക്ഷിക്കുവാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ യഥാർത്ഥമായിട്ട്
പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ കൂടെയുള്ളതായ ഒരു രക്ഷ കരസ്ഥമാക്കുവാൻ ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഇന്ന് വരെ ക്രിസ്തുവിൽ കൂടെയുള്ളതായ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നെ ദൈവം സഹായിക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ക്രിസ്തുവിൽ കൂടെയുള്ളതായ ആത്മീക നന്മകൾ ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കില്ല. ഒരിക്കലും നമ്മിൽ കൂടെ ക്രിസ്തുവിൽ കൂടെയുള്ളതായ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിൽ കൂടെയുള്ള ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ പറ്റിച്ചേർന്ന് വസിക്കുന്നവരായി തീരണം. ഇവിടെ പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുകയാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് വന്നതായ പരീക്ഷണങ്ങൾ, നിന്റെ ജീവിതത്തിൽ വന്നതായ വേർപാടുകൾ, നിന്റെ ജീവിതത്തിൽ വന്നതായ രോഗങ്ങൾ, നിന്റെ ജീവിതത്തിൽ വന്നതായ തകർച്ചകൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം കൂടുതൽ നിന്നെ പൊന്നാക്കുന്നതിലേക്ക് വേണ്ടിയാണ്. നിന്നെ ദൈവത്തിൻ്റെ ആ തേജസ്, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിന്നിൽ പകരുന്നതിലേക്ക് വേണ്ടിയാണ്. ദൈവത്തെ മുഖാമുഖമായി നീ കാണുന്നതിലേക്ക് വേണ്ടിയാണ്. ആ ദൈവത്തോട്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ലയിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശൗലിന് ദൈവം യേശുവിൻ്റെ ശബ്ദം കേൾപ്പിച്ചു. നീ എന്നെ എന്താണ് ഉപദ്രവിക്കുന്നതെന്ന് യേശു നേരിട്ട് ചോദിച്ചു. ശൗലിനെ വിളിച്ച് വേർതിരിച്ചു. അന്ന് മുതൽ ദൈവ ശബ്ദത്തിന് ശൗൽ കീഴടങ്ങിയപ്പോൾ ശൗൽ പൗലോസായി മാറി. ശൗലിൻ്റെ ജീവിതത്തിൽ ഉറക്കിളിപ്പ്, പട്ടിണി, ദാരിദ്ര്യം, ഒത്തിരി പലവട്ടമുള്ള അടി, ഇങ്ങനെയുള്ളതായ ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടപ്പോഴും പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ വേർതിരിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നീ അനുഭവിക്കുന്നതായ വേദനകളിൽ നിന്ന്, കണ്ണുനീരുകളിൽ നിന്ന് ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിരിക്കാതിരിക്കുവാൻ വേണ്ടി ആണ് യേശു നിന്നോട് സംസാരിക്കുന്നത്. നിന്നെ അനുദിനം വിളിച്ച് വേർതിരിച്ച് ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകം നൽകി, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നൽകി നിന്നെ നിർത്തിയിരിക്കുന്നത് നീ അധികമായിട്ട് ഫലം പുറപ്പെടുവിക്കണം. അധികം ഫലം പുറപ്പെടുവിച്ചില്ല എങ്കിൽ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു. അധികം ഫലം പുറപ്പെടുവിക്കുവാൻ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ, നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിന്നിൽ അധികം ഫലം കായ്ക്കേണ്ടതിലേക്ക് നിന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിന്നിൽ വരുന്നതായ വേദനകൾ, കണ്ണുനീരുകൾ ഇതൊന്നും നിന്നെ തകർക്കുവാനോ മുടിക്കുവാനല്ല, നിന്നെ പൊന്നാക്കുവാൻ വേണ്ടിയാണ്. നിന്നെ ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കി, കൃപാവര പ്രാപ്തനാക്കി നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയാണ്. നിന്റെ വാക്കുകൾ മുഖാന്തരം അനേകർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. ഈ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ മാറി വെളിച്ചം വ്യാപരിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. നിന്റെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടതകൾ, ശോധനകൾ, പ്രതികൂലങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് ചെത്തി വെടിപ്പാക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നീ വിടിവിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തെ നീ അറിയുന്നത് കൊണ്ട് നിന്നെ ഉയർത്തും. രണ്ടാമതായിട്ട് അധികം ഫലം കായ്ക്കേണ്ടതിലേക്ക് വേണ്ടിയാണ്. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്നതായ തകർച്ചകൾ, ഇന്ന് വന്നിരിക്കുന്നതായ വേദനകൾ, ഇത് കണ്ട് നീ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട, നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. യേശു കർത്താവ് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ ഭവനത്തിൽ യേശു 4 ദിവസം കഴിഞ്ഞിട്ടാണ് കടന്നു ചെന്നത്. കാരണം അവിടെ ഈ ലാസർ മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. സ്തോത്രം. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഏത് നാറ്റം വെച്ച അവസ്ഥയായാലും അത് മാറ്റിത്തരുവാൻ വേണ്ടിയാണ്, അത് മാറ്റുവാൻ വേണ്ടി നിന്നിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ താമസിക്കുന്നത്. എന്നാൽ താമസിച്ചെന്ന് പറഞ്ഞ് നീ പേടിക്കേണ്ട, നീ
നീ പിന്മാറ്റത്തിലേക്ക് പോകണ്ട, നീ മടങ്ങുക, നീ കൂട്ടായ്മയിലേക്ക്, നീ സഭയിലേക്ക്, ആരാധനയിലേക്ക്, മാനസാന്തരത്തിലേക്ക് നീ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോടുകൂടെ ചേരുവാൻ ഒക്കെ നീ മനസ്സ് വച്ചിരിക്കുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ അധികമായിട്ടുള്ള ആത്മീക ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വേദന, ഈ കണ്ണുനീര്. നിന്റെ ജീവിതത്തിൽ നീ തീരുമാനങ്ങൾ എടുത്തത് ദൈവസന്നിധിയിലാണ് തീരുമാനമെടുത്തത്. ഒരു പാസ്റ്ററുടെയോ ഒരു സഭാ ശുശ്രൂഷകന്റെയോ ഒരു വൈദികന്റെയോ മുമ്പിലല്ല നീ തീരുമാനമെടുത്തിരിക്കുന്നത്. നീ തീരുമാനമെടുത്തിരിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. വലിയവനായ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ഒടയതമ്പുരാൻ്റെ മുമ്പിലാണ്. ആ തീരുമാനത്തെ നിനക്ക് ലംഘിക്കുവാൻ സാധിക്കുകയില്ല. നീ ലംഘിച്ച് നീ പിന്മാറിപ്പോകുകയാണെങ്കിൽ നിനക്ക് അധികം ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. നിന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അധികം ഫലം കായ്ക്കേണ്ടതിലേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നീ കൂടുതൽ ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് സാധിക്കണം. നീ അധികം ഫലം കായ്ക്കണമെങ്കിൽ കഷ്ടതയിലും പ്രയാസത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം. ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കാതെ വണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രബലികൾ ഉയരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. നിനക്ക് അധികം കൃപാവരങ്ങൾ, അധികം ശുശ്രൂഷകൾ, അധികം ആത്മീക ഭൗതിക നന്മകൾ നിന്റെ ജീവിതത്തിൽ ലഭ്യമായി തീരും. അത് നീ പ്രാപിച്ചെടുക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അതിനുവേണ്ടിയാണ് നിന്നെ ചെത്തി വെളിപ്പാക്കുന്നത്, അധികം ഫലം കായ്ക്കുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് അധികം ഫലം കായ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് ചെത്തി വെളിപ്പാക്കുന്നത്. മൂന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുകയാണ്. നമുക്ക് ശുദ്ധി നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നൽകുന്നത് 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം മാത്രമാണ് ഈ ഭൂമിയിൽ, ഈ ഭൂമുഖത്തെ ശുദ്ധീകരിക്കുവാൻ. ഒരു മനുഷ്യൻ്റെ പാപത്തിന്, ജന്മനാലുള്ള പാപം, പൂർവ്വ പിതാക്കന്മാരുടെ പാപം, ഏത് പാപമായാലും ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ, നീ ഇനി പാപത്തിന് പരിഹാരമായിട്ട് ഒരു നരബലി കൊടുക്കേണ്ട ആവശ്യമില്ല. നീ യഥാർത്ഥമായിട്ട് ക്രിസ്തു നിനക്ക് വേണ്ടി ബലിയായി തീർന്നു. ഇന്ന് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി, ഇനി ജനിക്കുവാനുള്ള മനുഷ്യർക്ക് വേണ്ടി യേശു ബലിയായി തീർന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പായിട്ട് പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതിന് തെളിവാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ യേശുവിനെ നമുക്ക് വേണ്ടി നൽകി തന്ന് എന്നെ നിങ്ങളെയൊക്കെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ നിന്റെ മനസ്സിൽ ആനന്ദം കൊണ്ട് നിറയുകയാണ്. നിനക്ക് ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് നിറയുകയാണ്. നിന്റെ ജീവിതത്തിലെ നിരാശകളെ നിനക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. 1 പത്രോസ് 1:19 പറയുന്നുണ്ട്, നമ്മെ രക്ഷിക്കുന്നതായ രക്തം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ പിതൃപാരമ്പര്യമോ അഴിഞ്ഞു പോകുന്ന വെള്ളിയോ പൊന്നോ ഇതൊന്നും കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ഇത് നീ വിശ്വസിക്കുമ്പോൾ, യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ പാപക്ഷമ നാം സ്വീകരിക്കുന്നതായ നിമിഷം. ആ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അന്ന് വരെയുള്ളതായ എല്ലാ കുറവുകളും, എല്ലാ പഴയകാല ഓർമ്മകൾ, കാലത്തുള്ളതായ തകർച്ചകൾ
ഇതെല്ലാം ദൈവം മാറ്റി പുതിയൊരു ദൈവിക ശക്തി, പുതിയൊരു ദൈവിക നന്മ, ഒരു കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരികയാണ്. അതുകൊണ്ട് നീ ഇന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം, പ്രതികാരം ചെയ്യാത്ത മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ സമാധാനിപ്പിക്കുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ മാർവോട് ചേർത്ത് നിനക്ക് സ്നേഹത്തിൻ്റെ ചുംബനം നൽകുന്നതായ, സ്നേഹം നൽകുന്നതായ യേശുവിൻ്റെ പുണ്യാക രക്തത്തിൻ്റെ അടുക്കലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. ആ രക്തം നിന്നെ വീണ്ടെടുത്തതായ രക്തമാണ്, നിന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തമാണ്. സ്തോത്രം. നീ അതിന് പകരമായിട്ട് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും നിന്റെ കരം കൊണ്ട് നീ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് എൻ്റെ കരത്തിൽ ആണികൾ തറയ്ക്കപ്പെട്ടു, എൻ്റെ കാലിലും ആണികൾ ആഞ്ഞു തറച്ചു, എൻ്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം പടയാളികൾ വെച്ച് അതിനെ ആഞ്ഞടിച്ചു. അതിൽ നിന്ന് ഒഴുകിയ തിരുരക്തം നിന്റെ ജീവിതത്തെ, നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ വരുന്നതായ ആശയക്കുഴപ്പങ്ങളെ മാറ്റുവാൻ കഴിവുള്ളതാണ്, ശുദ്ധീകരിക്കുന്നതാണ്, നിന്റെ ജീവിതത്തെ നേരെയാക്കുന്നതാണ് എൻ്റെ കാൽവരി ക്രൂശിലെ പരമയാഗം. ഇതിന് പകരമായിട്ട് മകനെ മകളെ നിന്റെ ഹൃദയത്തെ യേശു ചോദിക്കുമ്പോൾ നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണെങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ വേണ്ടി നീ സമർപ്പിക്കുകയാണെങ്കിൽ, അന്നു മുതൽ നീ പുതിയ സൃഷ്ടിയാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞുപോയി, പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ് യേശുവിൻ്റെ രക്തം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12:11 വായിക്കുമ്പോൾ അവിടെയും കാണുവാൻ സാധിക്കുകയാണ്, യേശുവിൻ്റെ രക്തം ശത്രുവിനെ ജയിക്കുന്ന രക്തമാണ്. ശത്രുവിനെ ജയിക്കുന്ന ഏത് ശത്രുക്കളായാലും, ഈ ലോകത്തിൻ്റെ പൈശാചികമായ മണ്ഡലങ്ങൾ സൃഷ്ടിക്കുന്നതായ ശത്രുവിനെ ജയിക്കണമെങ്കിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെതായ ആ സാക്ഷ്യം ഹേതുവായിട്ട് ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കും. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് എന്ന് നീ സാക്ഷി പറയുമ്പോൾ, എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, അവിടെ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കും. നിനക്ക് ആ നിത്യമായ രാജ്യത്തിൽ നിനക്ക് എത്തുവാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് മൂന്നാമതായിട്ട് നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ യേശുവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ ഒരു ശുദ്ധീകരണം നിന്നിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പഴയ പാപത്തെ ഓർത്ത് അത് ഇനി എന്നെയും പിന്തുടരുന്നു എന്നൊക്കെ പറഞ്ഞ് നീ എന്ത് ചെയ്യണ്ട, വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഡിലീറ്റാക്കി യേശു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ പാപം എത്ര വലുതായിരുന്നാലും അതൊക്കെ സമുദ്രത്തിൻ്റെ അഗാധത്തിൽ ദൈവം തള്ളിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീ പുതിയ സൃഷ്ടിയാണ്, നീ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നിരിക്കുകയാണ്. ആ വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. ദൈവത്തിന് മഹത്വം കരയറ്റി നീ അധികമായിട്ട് ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ 15:7 വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നിലും, നമ്മൾ ഓരോരുത്തരും യേശുവിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്തോത്രം. യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ സാധിക്കണം. യേശുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഓരോ നിമിഷവും സാധിക്കണം. ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അന്നത്തെ ദിവസം എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയതായ എല്ലാ കുറവുകളെയും കാൽവരി ക്രൂശിലെ
രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുവാൻ വേണ്ടി സമർപ്പിച്ച് ഒരു പാപമോചനത്തിൻ്റെതായ തിരുരക്തത്തിൻ്റെതായ ആ ഒരു കഴുകൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. എങ്കിൽ സ്തോത്രം, യേശുവിൽ നിനക്ക് വസിക്കുവാൻ സാധിക്കും. സ്തോത്രം, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെ വഴികളിലല്ല, ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെതായ വഴികൾ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും, നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും, നിന്നെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. ആ മദ്യപാന നിമിത്തം നീ ഇന്ന് തകർന്നിരിക്കുന്നതായ അവസ്ഥയാണ്. നിന്റെ സാമ്പത്തികമെല്ലാം, നിന്റെ ബിസിനസ് തകർന്നിരിക്കുകയാണ്, നിന്റെ തൊഴിൽ ചെയ്തായ സാമ്പത്തികമെല്ലാം നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ യേശുവിലേക്ക് നീ മടങ്ങി വരുമ്പോൾ, യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം സ്വീകരിക്കുമ്പോൾ പിന്നെ മദ്യക്കുപ്പി നിന്റെ കയ്യിലെടുക്കുവാൻ നിന്നെ ദൈവം അനുവദിക്കത്തില്ല. ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്ക് പോകുവാൻ നിന്നെ അനുവദിക്കത്തില്ല. നിനക്ക് ദൈവം തരുന്നതായ നന്മ സ്വസ്ഥതയോടുകൂടെ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ അനുദിനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും നിനക്ക് ലഭിക്കും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. യേശു നമ്മോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യമാണ് ആവശ്യം, നിൻ്റെ കുടുംബത്തിന് തകർച്ച മാറുവാൻ വേണ്ടിയാണോ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നിനക്ക് ലഭിക്കും. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവാചകനോട് അസ്ഥികൾ നിറഞ്ഞതായ താഴ്വരയിലേക്ക് പോകുവാൻ പറഞ്ഞു. അവിടെ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ യഹോവയായ ദൈവം സകലതും അറിയുമെന്ന് പ്രവാചകൻ സറണ്ടറാകുകയാണ്. എനിക്കറിയത്തില്ല, അങ്ങയ്ക്ക് സകലതും അറിയാം, അങ്ങയ്ക്ക് മാത്രമേ ജീവൻ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെ യഹോവയായ ദൈവം പറഞ്ഞു, നീ ഈ അസ്ഥികളോട് വചനം പറയുക, പ്രവചിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് മരണകരമായ അവസ്ഥയിലായിക്കൂടെയായിരിക്കും നീ കടന്നു ചെല്ലുന്നത്. ഇനി ഈ രോഗം മാറുകയില്ല, ഇനി അവസാനം വരെ എൻ്റെ ജീവിതത്തിൽ ഈ മരുന്ന് കഴിക്കണം, മരുന്ന് നിർത്തുവാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ വിഷമത്തോടുകൂടെ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നീ ദൈവവചനം പറയുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നീ പറയുവാൻ തുടങ്ങുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മരണം മാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്ത പ്രകാരമുള്ളതായ ദൈവികമായ സൗഖ്യം നിന്റെ ജീവിതത്തിൽ ലഭിക്കും. ദൈവികമായ വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, വാഗ്ദത്ത വചനങ്ങൾ ചൊല്ലുവാൻ തുടങ്ങണം. നിന്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ, അത് പറയുകയാണെങ്കിൽ ദൈവികമായ വിടുതൽ അനുഭവിക്കുവാനിടയായിത്തീരും. വചനത്തിൽ കൂടെ, വചനത്തിൻ്റെ ശക്തിയിൽ വിടുതൽ അനുഭവിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, അഹരോൻ സംഖ്യാപുസ്തകത്തിൽ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. അഹരോൻ്റെതായ വടി ഒറ്റ രാത്രി കൊണ്ട് അത് മുളച്ചു, അത് തളർത്തു, അത് പൂത്ത് ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. ബദാം വൃക്ഷമൊക്കെ 7 വർഷമാണ് അത് ഫലം പുറപ്പെടുവിക്കാൻ എടുക്കുന്നതായ സമയം. എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടി മാത്രം എന്ത് ചെയ്തു? തളർത്ത് ഫലം പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ മഹത്വം ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, ആ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ദൈവികമായ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം കൈവിട്ടതായിരിക്കാം, ദൈവത്തിന് നിമിഷ നേരം കൊണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയാക്കും. ഞങ്ങൾ പലപ്പോഴും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മരണകരമായ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി, വഴിമുട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും. അവർ പിന്നത്തതിലൊക്കെ വിളിച്ചറിയിക്കാറുണ്ട്, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുവിച്ചു. കാരണം എന്താണ്?
എന്താണ്? ദൈവത്തിൻ്റെ വചനം വസിച്ചതുകൊണ്ട്, ദൈവം നമ്മിൽ വസിച്ചതുകൊണ്ട് ആ നിമിഷ നേരം അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിലും ദൈവവചനം നമ്മിലും വസിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ പിരിഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകളെ മാറ്റുന്ന ദൈവമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ കുറവ് സംഭവിച്ചപ്പോൾ പച്ചവെള്ളത്തെ കോരിക്കൊണ്ടുപോയി കൊടുക്കുവാൻ, വരുന്ന വഴികൾക്ക് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. അത് അനുസരിച്ചപ്പോൾ ആ കുറവ് പരിഹരിക്കപ്പെട്ടു. ഏകദേശം 6 വർഷത്തോളം എടുത്താണ് യഹൂദന്മാർ വീഞ്ഞ് ഉണ്ടാക്കുന്നത്. എന്നാൽ നിമിഷ നേരം കൊണ്ട് യേശു പറഞ്ഞത് അനുസരിച്ചപ്പോൾ ആ അനുസരണത്തിൽ കൂടെ അത്ഭുതത്തെ കാണുവാൻ സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത്, യേശു എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ, ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ വചനത്തെ അനുസരിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ, ആ തീരുമാനത്തിൽ കൂടെ അത്ഭുതങ്ങളെ സംഭവിക്കുവാൻ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, ഒന്നാമതായിട്ട് യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് അധികം ഫലം പുറപ്പെടുവിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ വേദനകൾ. മൂന്നാമതായിട്ട് ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. നാലാമതായിട്ട് യേശു നമ്മിലും, യേശുവിൻ്റെ വചനം നിങ്ങളിലും, നമ്മൾ ഓരോരുത്തരിലും വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഈ ലോകത്തിൽ നയിച്ച് നിത്യതയിലും എത്തിച്ചേരുവാൻ ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ. രോഗികളായിരിക്കുന്നവരെ അങ്ങ് തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യണം കർത്താവേ. വചനത്തിൽ കൂടെ എല്ലാവരും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം കർത്താവേ. വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവേ, പഠിക്കുവാൻ ഉള്ള ഓർമ്മശക്തി ധാരാളമായിട്ട് അങ്ങ് പകരണം കർത്താവേ. ആ പഠനം കംപ്ലീറ്റ് ചെയ്യുവാനും നല്ല തൊഴിലുകളിലേക്ക് പ്രവേശിക്കുവാനും ദൈവം സഹായിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൽ അധികമായിട്ടുള്ള ദൈവശക്തി, ഇരട്ടി ശക്തി കർത്താവേ ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെതായ ശക്തി കർത്താവേ ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവേ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. കടബാധ്യതയാൽ കർത്താവെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ആ കടബാധ്യതകൾ മാറുവാനുള്ള വഴികൾ ദൈവം തുറക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തലമുറ ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവെ സന്താന ഭാഗ്യം സ്വർഗം നൽകി ആശീർവദിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തക്കതായ തുണകളെ ദൈവം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. അതുപോലെ വിദേശത്ത് പോകാൻ കർത്താവ് വിവിധ ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ പരാജയങ്ങളെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗീയമായ വിജയം കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തൊട്ടതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.